ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ രാത്രി നമ്മൾ വന്നതിന് ശേഷം ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇന്നലെ ഒരുപാട് ക്ഷീണിച്ചു, സത്യം പറഞ്ഞാൽ ഒരുപാട് ക്ഷീണിച്ചു. കാരണം നമ്മൾ ഇന്നലെ രാവിലെ നാഗപട്ടണത്ത് കയറി ഇവിടെ ജഫ്നയിൽ ഇറങ്ങി, പിന്നെ അവിടുന്ന് ഈ അനുരാധപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ അനുരാധപുര ഈ ഒരു ശ്രീലങ്കയിലെ ഒരു മെയിൻ ടൗണാണ് ഈ ഒരു അനുരാധപുര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം വരെ ബസ് കയറി ഏകദേശം എനിക്കൊന്നൊരു 6-7 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി 8:30 വന്നിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ നേരെ ഒരു സ്റ്റേയിൽ പോയി അവിടെ ശരിയായില്ല, പിന്നെ അടുത്ത സ്റ്റേ എടുത്ത് ഇവിടെ വന്ന് ഇന്നലെ കിടന്ന് ഉറങ്ങി. അയ്യോ, ഇന്ന് രാവിലെ ആയപ്പോൾ എണീറ്റ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റോടൊക്കെ കണ്ടില്ലേ, ഫുള്ള് നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക എന്ന് പറയത്തേ ഇല്ല. നമ്മുടെ കേരളമായിട്ട് ഭയങ്കര ക്ലോസ്ലി മാച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കൊരു ഹോംലി ഫീലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. രാവിലെ എണീറ്റപ്പോൾ ഫുള്ള് കിളികളുടെ ഒച്ചയൊക്കെ ആയിട്ട് കേട്ടാൽ ഞാൻ എണീറ്റത്. ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തൊക്കെ കണ്ടില്ലേ, ഒരുപാട് വൃക്ഷങ്ങളും മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് ചാമ്പയ്ക്കയുടെ മരം കേട്ടോ, വലിയ ചാമ്പയ്ക്കയാണ്. ഇത് കണ്ടോ, ഇതിന് വലുതാവുന്ന ചാമ്പയ്ക്ക, ഇതെല്ലാം പച്ച, ഇത് ഫുള്ള് പച്ച ചാമ്പയ്ക്കകളാണ് കേട്ടോ. ഇത് ഒരു ഫസ്റ്റ് ഫ്ലോറാണ്, ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. താഴെ ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പോൾ മേളത്തെ ഫ്ലോറിൽ കുറേ റൂംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും സിംഗിളായിട്ട് വരുന്നവർക്കും ഉള്ള റൂംസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ സിംഗിൾ ഡോർമെട്രി സ്പേസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു എൻ്റെ ബെഡ്. ഇതിപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഗസ്റ്റ് ആരുമില്ല, ഞാൻ മാത്രമായിരുന്നു. ഇന്നലെ ഇത്രയും വലിയൊരു വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ബെഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് അതൊക്കെ വലിയ ഗ്രൂപ്പ്സിനുള്ള റൂമുകളൊക്കെയാണ് കണ്ടോ. 3-4 ബെഡൊക്കെയുള്ള ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള റൂമുകളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ ചാർജ് വരുമ്പോഴത്തേക്ക് റൂംസിന് പറഞ്ഞത്, ഡബിൾ ബെഡ് റൂമിന് പറഞ്ഞത് 4000 ശ്രീലങ്കൻ റുപ്പിയും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോർമെട്രി സ്പേസിന് സിംഗിൾ ബെഡിന് 1500 റുപ്പിയാണ് വരുന്നത്, ശ്രീലങ്കൻ റുപ്പിയാണ്. നമ്മളെ നാട്ടിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഡോം സ്പേസിന്, ഈ ഒരു ഡോർമെട്രി ബെഡിന് വരുന്നത് 450-500 ആ ഒരു റേഞ്ച് വേരി ചെയ്താണ് വരുന്നത്. നല്ല വർത്തായിട്ടുള്ള റൂമാണ്, നല്ല നീറ്റ് ക്ലീൻ ആയിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീച്ചപ്പോഴത്തേക്കുള്ള ഇവിടുത്തെ കാഴ്ചകളും ആ കിളികളുടെ ഒച്ചയും എല്ലാം കേട്ട് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോണത് അനുരാധപുരത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, ഓറ സിറ്റി റിസോർട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അനുരാധപുര എന്നുള്ള സ്ഥലത്താണ് ശ്രീലങ്കയിൽ. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റിസോർട്ട്. താഴെ ഫാമിലിയാണ്, മേളിലാണ് നമുക്ക് റൂം വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ചെയറൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്പേസാണ്. ഈ ഒരു ചേട്ടനാണ് നമുക്ക് ഇന്നലെ ഈ ഒരു റൂം പരിചയപ്പെടുത്തി തന്നത്. പുള്ളിക്കാരൻ്റെ സ്കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇലക്ട്രിക് സ്കൂട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഒരു ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അകത്തോട്ടാണ്ട് ഈ ഒരു സ്കൂട്ടിയിലാണ് നമ്മൾ ഇന്നലെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളിന്ന് ടൗൺ വരെ തിരിച്ചാക്കി തരും, കാരണം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു റിസോർട്ട് അടിപൊളി ഒരു ഓപ്ഷനാണ്. കണ്ടില്ലേ, ഓറ സിറ്റി ഹോസ്റ്റൽ എന്നാണ് ഇതിൻ്റെ പേര് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മൾ തിരിച്ച് ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇവിടുത്തെ വീടുകളും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ സെയിം തന്നെയല്ലേ കണ്ടോ. ഈ റോഡും ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സെയിം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇന്നലെ നമുക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ചേട്ടൻ്റെ ഇലക്ട്രിക് സ്കൂട്ടിയിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനാണ് രാത്രി എനിക്ക് ആ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ, റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ നാട് പോലെ സെയിം അതുപോലെ തന്നെയാണ് മരങ്ങളും വണ്ടികളും റോഡും എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഇവിടെ ആക്കിയിട്ട് പോയി. ഇതിപ്പോൾ നമ്മൾ ടൗൺ ഭാഗത്ത് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാം. സൊറിസോ റെസ്റ്റോറൻറ്റ് ഒന്നും വേണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് ബുദ്ധ സ്തൂപം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഇവിടുന്ന് ഓട്ടോ എടുക്കണോ നടക്കണോ എന്നുള്ളത് നോക്കണം. ടുക്ടുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടുക്ടുക്ക് എടുത്ത് പോകാം. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ കുറച്ച് ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വാങ്ങി. ഇതൊരു സമൂസ പോലത്തെ എന്തോ ഒരു പാറ്റിയാണ് പറഞ്ഞത്. അകത്ത് എഗ്ഗിൻ്റെയും വെജിറ്റബിൾ ഫില്ലിങ്ങൊക്കെ ഉള്ളത്. ഇത് റൊട്ടിയാണ്, വെജിറ്റബിൾ ഫില്ലിംഗ് ഉള്ള റൊട്ടി, പിന്നെ ഒരു പപ്പായ ജ്യൂസ്. ഇത്രയും വേണം. നമുക്ക് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറയാം. കാരണം ഇവിടുത്തെ ഫുഡുകളൊന്നും ഞാൻ അങ്ങനെ അത്രയായിട്ട് ഫെമിലിയർ ആയിട്ടില്ല, ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏതാ ഫുഡൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഇവിടെ കയറിയാൽ കണ്ട ഒരു ചെറിയൊരു കഫേയാണിത്. അപ്പോൾ ഇവിടെ കയറി നമുക്ക് ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു സമൂസ പൊന്തിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, ഈ ഒരു പാറ്റി, ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. സോസും കൂട്ടി. ഇനി ഒരു പപ്പായ ജ്യൂസും കൂടെ വരാനുണ്ട്. ഫുഡ് നമ്മൾ ഇറങ്ങി ഉടനെ ഒരു ഓട്ടോ എടുത്ത് നമ്മൾ നേരെ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല. ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. നമ്മളൊരു സ്കൂബ പോലത്തെ ഒരു സംഭവത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അതിൻ്റെ പേര് മനസ്സിലാക്കിയിട്ട് ഞാൻ എനിക്ക് പറഞ്ഞില്ല. നമ്മളൊരു ഓട്ടോ എടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോയ്ക്കൊക്കെ ഭയങ്കര പൈസയാണ്. ഇവിടെ എനിക്ക് നോക്കിയിട്ട് റൂമിന് മാത്രമേ ഉള്ളൂ കുറച്ച് പൈസ ബഡ്ജറ്റ് നമ്മുടെ സെയിം ആയിട്ട് തോന്നുന്നത്. ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. പക്ഷേ റോഡിലുള്ള സ്പീഡ്
കിലോമീറ്റർ പോകണം, ഒരു 3-4 കിലോമീറ്റർ പോകുന്നതിന് ഏകദേശം ഒരു 200 സംതിങ് രൂപയാണ് വാങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി, ഇവിടുത്തെ റുപ്പിയിലോട്ട് 600 അടിച്ചാണ് വാങ്ങുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഓട്ടോയുടെയൊക്കെ ഒരു അവസ്ഥ. ബാക്കി എല്ലാത്തിനും റേറ്റ് കൊടുക്കും. ബസ്സാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ബസ് എടുക്കുക അല്ലെങ്കിൽ ട്രെയിൻ എടുക്കുക. ട്രെയിൻ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല, പക്ഷേ ബസ് ഫുൾ ടൈം കിട്ടുന്നൊരു സംഭവമാണ്. ബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ല, ഇതാണ് ശ്രീലങ്കൻ ബസ്. നമ്മൾ ഇന്നലെ വന്നത് ആ ഒരു ബസ്സിലാണ്. ആ ഒരു ബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാനുള്ള സംഭവങ്ങളും കിട്ടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോയും അതുപോലെ തന്നെ ബൈക്കും ഒക്കെ റെൻറ്റിന് കിട്ടും, ഏറ്റവും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട്. പിന്നെ അല്ലാതെ വാൻ, ടാക്സി എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൂബയുടെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ. ഇന്നിപ്പോൾ ക്ലൈമറ്റ് മാറി തുടങ്ങി, മഴയുടെ ഇതൊക്കെ തുടങ്ങി, മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ട്രിപ്പ് മൊത്തത്തിൽ ഈ ഒരു യാത്ര ഫ്ലോപ്പ് ആവാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ തുടങ്ങി കഴിഞ്ഞാൽ ചെറിയ ചാറ് തുടങ്ങി, ചാറാതിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാമായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അങ്ങനെയൊന്നും അലൗഡ് അല്ല. നമ്മൾ സംസാരിക്കാതെ ഇതെല്ലാം ഇതാക്കിക്കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ആ ഒരു പിൽഗ്രിം സെൻ്ററല്ലേ, ഒരു റിലീജിയസ് പ്ലേസ് അല്ലേ, അപ്പം നമ്മൾ അതിനകത്ത് നടന്ന് എല്ലാം തൊഴുക, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. വീഡിയോഗ്രാഫി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരുപാട് ചെയ്തുകൂടാ. ജസ്റ്റ് നമുക്ക് 2-3 ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപം കാണാൻ വൈറ്റ് കളറിൽ ആ സ്കൈയുമായിട്ട് ബ്ലെൻഡ് ചെയ്തേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിനുള്ളിലുള്ളത്. പിന്നെ അതിന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ശ്രീ ബുദ്ധ ടെമ്പിൾ ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധ ട്രീ എന്നറിയപ്പെടുന്നുണ്ടല്ലോ, നമ്മുടെ ബീഹാറിലുള്ള ബോധ്ഗയയിലുള്ള ശ്രീ ബുദ്ധന് ബോധോദയം എന്ന് പറയുന്ന ഒരു ഫിഗ് ട്രീ ഉണ്ടല്ലോ. ആ ഫിഗ് ട്രീയുടെ അടിയിലിരുന്നപ്പോഴത്തേക്കാണല്ലോ പുള്ളിക്കാരൻ ആ ഒരു ബോധോദയം വന്നു എന്നുള്ളതാണല്ലോ ആ സ്റ്റോറി. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ആ പഴയ ആ ഫിഗ് ട്രീൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് ഇവിടെ നട്ട്, ഇവിടെ അങ്ങനത്തെ ഒരു അത്രയും വർഷപ്പഴക്കമുള്ള ഒരു ഫിഗ് ട്രീ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ടെമ്പിൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആൾക്കാർ ഫുള്ള് വരുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം ആൾക്കാർ അകത്തോട്ട് ഫുള്ള് പിൽഗ്രിം ആൾക്കാരാണ്. എല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു മഹാബോധി ട്രീ കാണാനും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്തൂപ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ചെറിയ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കടയുടെ ഉള്ളിലോട്ട് കയറി നിൽക്കാം. ഇന്നത്തെ ദിവസം ഫുള്ള് മഴ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയാണ്. കണ്ടില്ലേ, ഈ ബുദ്ധ വർഷിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കോണമൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ മഴ ചാറി തുടങ്ങി. ഇവിടുത്തെ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളിൽ ഒരുപാട് പൂക്കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ സ്തൂപയുടെ മുമ്പിൽ അവർ സമർപ്പിക്കുന്നതായിട്ടാണ്. കണ്ടോ, ഒരുപാട് തെറ്റിയല്ല, ഒരുപാട് മറ്റേ ലോട്ടസും താമരയും ആമ്പലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഫുൾ അതിൻ്റെ ഷോപ്പുകളാണ്. അപ്പം മഴ പെയ്തു തുടങ്ങി, ഭയങ്കര മഴയായി. ഇനിയിപ്പോൾ നമുക്ക് മഴയൊന്ന് ഒഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ മഴയൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്ന്, മഴ കുറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് നടന്ന് ഇവിടുത്തെ കാഴ്ചകളെ കാണാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള അടുത്തൊരു സ്തൂപ പോലത്തെ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു അനന്തപുര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് സ്തൂപകളാണ് കൂടുതലായിട്ടും ഉള്ളത്. കണ്ടില്ല, ഇങ്ങോട്ടൊക്കെയുള്ള ബസ്സുകളാണ് പോകുന്നത്. ഈ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. നമുക്കത് കറക്റ്റ് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ടുക്ക് എടുത്താണ് വന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഫുള്ള് പോണിയും കുതിരകളും പിന്നെ അതുപോലെ തന്നെ പശുക്കളൊക്കെ ആയിട്ട് കണ്ടില്ലേ, സൂപ്പർ സ്ഥലമല്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു സ്തൂപത്തിൻ്റെ ഭാഗത്തോട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇപ്പം മഴയൊക്കെ തന്ന് ചെറിയൊരു വെയിലൊക്കെ തട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇതുവഴി നമുക്ക് നടന്ന് അങ്ങോട്ട് നീങ്ങാൻ വെച്ച് ഇതുവാ കാണുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പോയ ഒരു സ്തൂപ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിക്ക് അത് കാണാൻ പറ്റും. കണ്ടോ, നല്ല വൈറ്റ് കളറിലുണ്ട്. ആ ആ ഒരു സ്കൈയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയില്ല കാണാനായിട്ട്. അത് നേരിട്ട് അടുത്ത് നിന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, ഭയങ്കര വലിയ സ്കെയിലാണ്. കണ്ടില്ലേ, അടിപൊളിയല്ലേ. നമുക്ക് നടന്നിങ്ങനെ പോകാനായിട്ടൊരു പ്രത്യേക സുഖവും ഭംഗിയൊക്കെയാണ് ഈ ഒരു കാലാവസ്ഥയും പിന്നെ ഈ ഒരു മരങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ. ഒച്ചപ്പാട് ബഹളം എന്ന് പറയുന്ന സംഭവങ്ങൾ വളരെ കുറവാണ് ഇവിടെ. വണ്ടികളൊന്നും ഭയങ്കര കുറച്ചായിട്ടുള്ള, അല്ല ഭയങ്കര ട്രാഫിക് അങ്ങനത്തെ ഒന്നും. ഇപ്പോൾ മെയിൻ സിറ്റികളിലാണെങ്കിൽ പോലും ഞാൻ വലിയ ട്രാഫിക്കുകളൊന്നും അങ്ങനെ ഇതുവരെ കണ്ടില്ല. ഇനി കൊളംബോ ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കണ്ടില്ല, ഇവിടെ കണ്ടില്ല ചെറിയ ചെറിയ വണ്ടികളും അങ്ങനെയൊക്കെ ഉള്ളു, വലിയ ഒച്ചപ്പാടൊന്നുമില്ല. ഫുള്ള് കിളികളുടെ ശബ്ദങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിത് ആ കാണുന്ന സ്തൂപത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. കണ്ടില്ല, അങ്ങൊരു സ്തൂപം കണ്ടില്ല, ആ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര കാര്യങ്ങളാണ്. കുറേ പേരെൻ്റെ അടുത്ത് ഇന്ത്യയാണ് ഒരുപാട് സഹായിച്ചത്, ശ്രീലങ്ക ഒരുപാട് സഹായിച്ചു, അങ്ങനെ ഇങ്ങനെ ഇന്നത് ചെയ്തത് അത് ചെയ്തതെന്ന് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ ആണെന്ന് അറിയുമ്പോഴത്തേക്ക് അങ്ങനെ നല്ല രീതിക്ക് അവർ ഒരുപാട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായ ഒരു സംഭവം. ഫസ്റ്റ് ഡേ അല്ല, ഇന്നലത്തെ ഫസ്റ്റ് ഡേ മനസ്സിലായി. ഇന്നത്തെ സെക്കൻഡ് ഡേയിൽ ഞാൻ ഒരാൾ സംസാരിച്ചത് അതുപോലത്തെ റെസ്പെക്റ്റ് ആയിരുന്നു.
അപ്പോൾ നമ്മൾ നടന്ന് അടുത്തൊരു സ്തൂപയുടെ അടുത്തെത്തി. ജയതവ നാരാമയ്യ എന്ന് പറയുന്ന ഒരു സ്തൂപയാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജയതവ നാരാമയ്യ സ്തൂപ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പോയ ആ വൈറ്റ് കളർ സ്തൂപയുടെ തൊട്ടടുത്തായിട്ടാണ്. ആ സെയിം രീതിയിൽ തന്നെ, ആ ഷേപ്പിലൊക്കെ ആ സെയിം സ്തൂപയുടെ അതുപോലെ തന്നെയാണ്. അത് കുറച്ച് റിനോവേറ്റ് ചെയ്ത്, കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്ത് ഇതായതുകൊണ്ടാണ് അതൊരു വൈറ്റ് കളറിൽ. ഇത് സെയിം ടെക്സ്ചറിലുള്ള കണ്ടോ, അല്ല സെയിം ടെക്സ്ചറിലുള്ള സെയിം ഷേപ്പ് തന്നെയാണ് കണ്ടോ, കാണാനൊക്കെ സെയിം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം ഈ ഒരു കളറിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 3rd സെഞ്ച്വറിയിലെ കിങ് ഇവിടെ നിർമ്മിച്ച ഒരു സ്തൂപയാണ്, ഒരു ബുദ്ധിസ്റ്റ് സ്തൂപയാണ് ഇതെന്ന് പറയുന്നത്. അന്നത്തെ ഏൻഷ്യൻ ടൈമിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടോ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്തൂപയായിരുന്നു ഈ ഒരു സ്തൂപ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഭയങ്കര പുരാതനമായിട്ടുള്ളൊരു സ്തൂപയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗത്തോട്ടാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പോയ 2-3 സ്ഥലങ്ങളിലൊന്നും ടിക്കറ്റ് ചാർജോ അങ്ങനത്തെ ഒന്നുമില്ല. ബാക്കി ഇതിനടുത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്. ഇതുപോലെ ഫുൾ സ്തൂപകളാണ് ഈ ഒരു അനുരാധപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്തൂപയുടെ സ്കെയിൽ കണ്ടില്ലേ, ഭയങ്കര വലിയ സ്കെയിലാണ്. ബ്രിക്ക് വാളൊക്കെ വെച്ച് കെട്ടി നല്ല ഹൈറ്റിലുള്ളൊരു സ്തൂപയാണ്. ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവാണ്. പിൽഗ്രിംസ് വരുന്നതിൻ്റെ എണ്ണം വളരെ തുച്ഛമാണ്. കേട്ടോ, ഇപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോൾ വന്നൊരു 3 പേരാണ്, അല്ലാണ്ട് ഇവിടെ ആരുമില്ല. നമ്മൾ നേരത്തെ പോയ സ്തൂപത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഫോഴ്സുകളും പിന്നെ അല്ല മിലിറ്ററിയും അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചുറ്റാകെയുള്ള ലാൻഡ്സ്കേപ്പൊക്കെ ചെന്നില്ലേ, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നുണ്ടോ. ഇവിടെ അങ്ങനെ കച്ചവടങ്ങളും ഒന്നുമില്ല പുറത്ത്. ആൾക്കാർ ഈ ഓട്ടോയിൽ ഇപ്പോൾ വന്ന ആൾക്കാരുടെ ഓട്ടോ മാത്രമാണ് ഉള്ളത്. ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കണ്ടോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജയതവ നാരാമയ്യ എന്ന് പറയുന്ന ഒരു സ്തൂപയുടെ ഫ്രണ്ടിലാണ്. കറക്റ്റാണോ പേരെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇവിടുത്തെ പേരൊക്കെ തുടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ച ഓർമ്മ നിൽക്കത്തില്ല, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ അതുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കണം എന്തായാലും. അപ്പോൾ കണ്ടില്ലേ, ഇതിവിടുത്തെ ഈ ഫ്ലാഗ് കണ്ടോ, ഇതിവിടുത്തെ ഈ ഒരു ബുദ്ധിസ്റ്റ് ഇതിൻ്റെ എന്തോ ഒരു ഫ്ലാഗാണ്. ചില വീടുകളിലും ഇന്നലെ താമസ ഹോം സ്റ്റേയിലൊക്കെ ഈ ഒരു ഫ്ലാഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പോയ ആ ഒരു സ്തൂപയുടെ ഫ്രണ്ടിലും ആ ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഫ്ലാഗ്. ഇവിടെയും കണ്ടില്ലേ, കുറേ ഫ്ലാഗുകളും ചുറ്റായി കുത്തിയിട്ടുണ്ട്. ക്ലൈമറ്റ് ഉണ്ട് മാറി മാറി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെയിലാവുന്നുണ്ട്. അങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ചൂടും വലുതായിട്ടില്ല, അതുപോലെ തന്നെ വെയിലും ഒരുപാടില്ല. ആ ഒരു രീതിക്ക് മാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചെറിയ മഴ പെയ്യുന്നു, പിന്നെ ചെറിയ വെയിൽ, ചെറിയ മഴ ചെറിയ വെയിൽ, ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ബെസ്റ്റ് ക്ലൈമറ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് മഴയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഈ സ്തൂപ കണ്ടില്ലേ, മുകളിലൊക്കെ കാർമേഘങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. പക്ഷേ ഞാനങ്ങനെ സ്തൂപയൊക്കെ കണ്ടി ഈ ഒരു തണലത്ത് ഇങ്ങനെ മാറിയിരിക്കുമായിരുന്നു. ഒരുപാട് മരങ്ങളും ഇവിടെ ഇതുപോലെ ഇരിക്കാൻ ബെഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ഇത്രയും മരങ്ങളുടെ ഇടയ്ക്ക് ഈ ഒരു ചോലയിൽ ഇങ്ങനെ വന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ച് നമ്മളിവിടെയുള്ള ഈ സ്തൂപകളെല്ലാം കണ്ട്. ബാക്കിയും ഇതുപോലത്തെ സ്തൂപകളാണ് ഈ ഒരു അനുരാധപുര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ളത്. അനുരാധപുര അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അനുരാധപുര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ളത്. ശ്രീലങ്ക വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്തൂപ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അനുരാധപുര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വന്നാൽ മതി. കാരണം അല്ലാതെ വേറെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉള്ളത് ഇതുപോലത്തെ സ്തൂപകളും പിന്നെ ഇതുപോലെ ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളും കണ്ടില്ലേ. മയിലൊക്കെ കണ്ടില്ലേ, അവിടെ പോകുന്ന കണ്ടോ, മയിലുകളൊക്കെ പോകണുണ്ടോ. ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ തോട്, അരുവി, അങ്ങനത്തെ സംഭവങ്ങൾ, കഫേകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഉണ്ട്. അപ്പം അനുരാധപുരം നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ ഈ ഒരു സ്തൂപ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്തൂപയും കണ്ട് ഇവിടുന്ന് ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് പോകാൻ പോണത് ഡംബുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഡംബുള്ളയിലാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഡംബുള്ളയിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നിനി ഡംബുള്ളയിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ബസ്സിൽ ദൂരം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഉച്ചയായി, ഉച്ചയ്ക്ക് ഫുഡും കൂടെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞു, ഒരു 1:30-2 മണി ആവാറായി. അപ്പോൾ നമുക്ക് ഫുഡും കൂടെ കഴിച്ചിട്ട് നേരെ ഡംബുള്ളയിലോട്ടാണ് പോകാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീലങ്കയിലെ ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ കമൻറ്റിൻ്റെ കാര്യം മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യം. അപ്പം അതെല്ലാം ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടിപൊളിയായിട്ട് വരുന്നവരേക്കും ബൈ.